നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലാബ് CSRF വൾണറബിലിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ലാബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലാബ് ഓൾറെഡി ചെയ്യാൻ നോക്കിയായിരുന്നു, ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അത് എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലാബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ലാബിലുള്ള പ്രത്യേകത എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അവർ പറയുന്നുണ്ട് ഇമെയിൽ ഫംഗ്ഷനാലിറ്റിയിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, CSRF വൾണറബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു CSRF ടോക്കൺ ഇവിടെ, അതുപോലെ ഈ ഒരു റിക്വസ്റ്റിനകത്ത് നമ്മൾ CSRF ടോക്കൺ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോക്കൺ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റായിട്ട് റിക്വസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നുണ്ട് ബട്ട് ഓൺലി അപ്ലൈസ് ഡിഫൻസ് ഓൺ സെർട്ടൻ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ്. ചില ടൈപ്പ് റിക്വസ്റ്റിന് മാത്രം ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ചിലതിന് ബ്ലോക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളോട് പറയുന്നു സോൾവ് ദ ലാബ്. ഓക്കെ, ഈ ലാബ് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? CSRF പേരോട് അറ്റാക്ക് നടത്തിയിട്ട് നമ്മൾ ആ ഒരു ഇമെയിൽ ID ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്, വീനർ പീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് ക്രെഡൻഷ്യൽസ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് മൈ അക്കൗണ്ട് എടുത്തു. വെയിറ്റ് ചെയ്യാം, നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് പേജ് വന്നിട്ടുണ്ട്. ഞാൻ വീനർ പീറ്റർ കൊടുക്കുവാണ്. ക്രെഡൻഷ്യൽസ് അവിടെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രോക്സി ഓൺ ആക്കുന്നു. നമ്മളോട് എന്താ പറഞ്ഞത്? മെയിൽ ID ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഈ വൾണറബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഞാനൊരു മെയിൽ ID കൊടുത്തു, അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് വെബ്സൈറ്റിൽ പോയി നോക്കാം. വെബ്സൈറ്റിൽ ടാർഗറ്റിൽ പ്രോക്സിയുടെ ഹിസ്റ്ററിക്കകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇത് ചേഞ്ച് ഇമെയിൽ ID ഒരു ഇത് കണ്ടു, റിക്വസ്റ്റ് കണ്ടു. അത് സെൻഡ് ടു റിപ്പീറ്റിലോട്ട് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് കണ്ടോ, ഈ ഒരു റിക്വസ്റ്റിനകത്ത് നിങ്ങൾ കണ്ടോ ഒരു CSRF ടോക്കൺ പോകുന്നുണ്ടോ? ഈ ഒരു ടോക്കൺ. ഓക്കെ, ഈ ഒരു ടോക്കൺ കണ്ടോ? ആ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ ആ ടോക്കൺ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്കിനി ആ ടോക്കൺ ഒന്ന് എടുത്തിട്ട് കളഞ്ഞിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ടോക്കൺ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് കിട്ടാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് എടുത്തത് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ കണ്ടോ മിസ്സിംഗ് പാരാമീറ്റർ റെസ്പോൺസ് ഉണ്ടോ? CSRF എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. 400 എന്ന് പറഞ്ഞ ബാഡ് റിക്വസ്റ്റും കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു മനസ്സിലാക്കുക. അപ്പം ഇവിടെ നമുക്ക് ഈ CSRF ടോക്കൺ ഇല്ലാതെ ഈ ഒരു റിക്വസ്റ്റ്, അതായത് നമുക്ക് ഇതിൻ്റെ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടില്ല, അതായത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓർത്തോണം, ഫസ്റ്റ് തന്നെ നമ്മൾ ലാബിൽ പറഞ്ഞിട്ടുണ്ട് ചില ടൈപ്പ് റിക്വസ്റ്റിന് ഇത് ഡിഫെൻഡ് ചെയ്യില്ല എന്ന് നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ആ ലാബിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ
റിക്വസ്റ്റ് മെത്തേഡ് ഒന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ്, നമുക്ക് അതിനെ റിക്വസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഗെറ്റ് റിക്വസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. റെസ്പോൺസ് എന്താണ് വരുന്നത് നോക്കാം. ഇച്ചിരി ലാഗ് ഉണ്ട്, കാരണം സെർവറിൻ്റെ ഇഷ്യൂ ആണോ ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ 3 നോട്ട് ഫൗണ്ട് കാണിക്കുന്നുണ്ടോ? നേരത്തെ ആയിരുന്നെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റിലായിരുന്നെങ്കിൽ CSRF ടോക്കൺ ഇല്ലാതെ കറക്റ്റായിട്ട് പോകത്തില്ലായിരുന്നു, മീൻസ് റിജക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗെറ്റ് റിക്വസ്റ്റിലായപ്പോഴത്തേനും നമുക്ക് CSRF ടോക്കൺസിന് ആവശ്യമില്ല, ജസ്റ്റ് ഫോർവേഡ് ചെയ്യുന്ന, അതായത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് അത് കറക്റ്റായിട്ട് തരുന്നുണ്ട്. 3 നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിക്കോണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു CSRF വൾണറബിലിറ്റി എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രെഡൻഷ്യൽസിനെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു അറ്റാക്കാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, ഇപ്പോൾ ഒരു മെയിൽ ID അപ്ഡേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ്, അപ്ഡേറ്റ് ചെയ്യാനാണ്. ഫോർവേഡ് പാസ്വേഡ് അടിക്കുമ്പോൾ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ആ ഒരു റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു റിക്വസ്റ്റിനെ നമ്മൾ CSRF പേലോഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യും. ആ പേലോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് ഈ അറ്റാക്കിനെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ CSRF ടോക്കൺസ് കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അത് സർവർ ചെന്നിട്ട് അതിന് നമുക്ക് തിരിച്ച് റിപ്ലൈ, മീൻസ് ഇത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കുക്കി ആയിട്ടാണ് സെൻഡ് ചെയ്ത് വരുന്നത് പറഞ്ഞിട്ടല്ലേ. ഈ കുക്കീനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അവിടെ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാരണം ഓൾറെഡി കുക്കി ആയതുകൊണ്ട് വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് കുക്കീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിം കുക്കി തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പം അതിൽ വെരിഫിക്കേഷൻ ഓക്കെ ആയിരിക്കും. വാലിഡാണോ, നമ്മൾ ഒറിജിനൽ കുക്കി തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്, യൂസറിൻ്റെ കുക്കി തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്, സെയിം യൂസറിൻ്റെ കുക്കി തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റിജക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിനെ ആ ഒരു അറ്റാക്ക്, CSRF അറ്റാക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CSRF ടോക്കൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, CSRF ടോക്കൺ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേ, അതായത് ആ ഒരു യൂസർക്ക് മാത്രമാണ് ടോക്കൺ ഉള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ CSRF പേലോഡ് യൂസ് ചെയ്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ മിസ്സിങ് പാരാമീറ്റർ CSRF എന്ന് പറഞ്ഞ് അവിടെ സെർവർ തിരിച്ച് റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അതിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയാണ്. ചില റിക്വസ്റ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ ഇവിടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ ഗെറ്റ് റിക്വസ്റ്റ് ആയപ്പം അത് ബ്ലോക്ക് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഒരു റിക്വസ്റ്റിനെ ബേസ് ചെയ്യുന്നതോടെ നമുക്ക് CSRF പേലോഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻഗേജ്മെൻറ്റ് ടൂൾസിനകത്ത് ജനറേറ്റ് CSRF POC എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു HTML കോഡ് കാണാൻ പറ്റും. കാരണം നമ്മുടെ ലാബിൻ്റെ ID റീഡയറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. ഈ ഒരു HTML പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് എന്താവും, മെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. ജസ്റ്റ് കോപ്പി HTML പേജ് കൊടുക്കുക. അത് നമുക്കിവിടെ ഗോ ടു എക്സ്പ്ലോയിറ്റ് സെർവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ എക്സ്പ്ലോയിറ്റ് സെർവർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബോഡിക്കകത്ത് നമ്മുടെ പേലോഡ്സിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെയിം റിക്വസ്റ്റ് തന്നെ നമ്മളോട് പേസ്റ്റ് ചെയ്തു, എന്നിട്ട് സ്റ്റോർ ചെയ്തു, അതായത് എക്സ്പ്ലോയിറ്റ് സെർവർ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വിക്ടിമിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലാബ് സോൾവ് ആയി എന്ന് പറഞ്ഞേ കാണിക്കുള്ളൂ. പക്ഷേ നമ്മൾ വിക്ടിമിന് അയച്ചു കൊടുക്കുമ്പോൾ ഒറിജിനൽ കേസിലാണെങ്കിൽ നമ്മൾ യൂസർ, ഓക്കെ ഇവിടെ എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ലാബ് ID ഓക്കെ,
കണ്ടോ ഇതുപോലെ റിക്വസ്റ്റ് കണ്ടോ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജിലോട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് കയറി പോവാണ്. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഇപ്പോൾ വന്നിട്ടില്ല, ഇവിടെ എന്തൊരു എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തപ്പോഴത്തേനും ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അതായത് ഓൾറെഡി ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അവിടെ ലാബ് സോൾവ് ആയിട്ടില്ല എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് വന്നിട്ടില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഗോ ടു എക്സ്പ്ലോയിറ്റ് സെർവറിൽ പോവാം. We can follow the saving exploit victim. Okay. സ്റ്റോർ ചെയ്തു. ഒന്നുകൂടെ നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എൻഗേജ്മെൻറ്റ് ടൂൾസ്, ജനറേറ്റ് POC, CSR POC. ടെസ്റ്റിംഗ് ബ്രൗസർ എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി എക്സ്പ്ലോയിറ്റ് സെർവർ ഉണ്ടല്ലോ, അത് പറ്റില്ല. ഓക്കെ, ഇവിടെ എക്സ്പ്ലോയിറ്റ് സെർവറിനകത്ത് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റോർ ചെയ്യുന്നു. ജസ്റ്റ് ഡെലിവറി ടു വിക്ടിം കൊടുക്കാം. ഓക്കെ, കണ്ടോ ലാബ് സോൾവ് ആയി. അതായത് ഞാൻ നേരത്തെ ഇവിടെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് നമ്മൾ ഓൾറെഡി ഞാൻ ക്യാപ്ചർ റിക്വസ്റ്റ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്ന് പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മെയിൽ ID-യിലോട്ടായിരുന്നു പോയിരുന്നത്. അതിപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ്, അതായത് ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന കണ്ടോ ഇതായിരുന്നു മെയിൽ ID. അത് ഒരു കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ അത് എക്സ്പ്ലോയിറ്റ് കൊടുത്ത സമയത്ത് കളഞ്ഞാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ജസ്റ്റ് കാണിച്ചു തരാം. ബാക്ക് ടു റീലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി അവിടെ ലാബ് സോൾവ് ആയതുകൊണ്ടാണ് കേട്ടോ, എന്തൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് അവിടെ. പക്ഷേ ലാബ് സോൾവ് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പോൾ CSRF ലാബ്. നിങ്ങൾക്ക് എന്താണ് CSRF, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ തിയറി പറഞ്ഞിട്ടുണ്ട്. തിയറിയുടെ പോർഷൻ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. കാരണം വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുത്ത രീതി ശരിയാകുന്നില്ല. അതുകൊണ്ട് 2-3 പ്രാവശ്യം ഡിലീറ്റ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ടൊരു രീതിയാണ്. എന്തെങ്കിലുമൊക്കെ നോയ്സ് കയറി വരും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാം, യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം വീഡിയോ. ഓക്കെ.